നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിലെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസമാണ്. ഇന്ന് നമ്മളൊപ്പം വിഷ്ണു ഉണ്ട്. വിഷ്ണു ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. ഓക്കെ സർ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സർ, ആദ്യത്തെ ചോദ്യം ആസ് യൂഷ്വൽ ഗോൾഡിനെ കുറിച്ചാണ്. സർ, നിങ്ങളിങ്ങനെ പറയുമെന്നറിയാം, പക്ഷെ ഗോൾഡിന്റെ വില ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു സർ. സർ, എവിടെ കയറിയിരിക്കുന്നു ചോദിക്കുന്നത് സർ. സർ, ജനുവരി 17 ഒരു ഗ്രാം 13,250 രൂപ സർ, വിച്ച് ഇസ് ലാസ്റ്റ് സാറ്റർഡേ. ഇന്ന് 24, ഇന്ന് 14,120 രൂപ. അതായത് ഒരു ഗ്രാമിന് 1,300 രൂപ കയറിയിരിക്കുന്നു. ജസ്റ്റ് മിസ്. മേ ബി ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 5,000 രൂപ ക്രോസ് ആയിരിക്കും. ഇപ്പൊ എവിടെ കയറിയിരിക്കുന്ന ചോദിക്കുന്നല്ലേ സർ. 1,500 രൂപ തന്നെയല്ല കയറിയിരിക്കുന്നു. സർ, ഗ്രാമിന് സർ ഒരാഴ്ചയിൽ സർ സർ അങ്ങനെ നോക്കുമ്പോൾ ഡെയിലി 150 രൂപ കയറിയിരിക്കുന്നു സർ. ഇങ്ങനെ കയറാൻ്റെ റീസൺ എന്താണ്? അതെന്നാ ഗ്രീൻലാൻഡ് മാറ്ററിൽ ട്രംപ് പുറകിൽ ഏറി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് സർ? പുലി വരുത് എന്ന് പറഞ്ഞ് എത്ര ദിവസമാണ് നമ്മൾ പറ്റിക്കാൻ പറ്റും? ഒരു ദിവസം പുലി വരുമെന്ന് തന്നെയല്ല മാർക്കറ്റ് വിശ്വസിക്കും. ട്രംപ് ചെയ്യുന്നത് വന്നിട്ട് പുലി വരുന്നു എന്ന കഥയാണ്. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ പുലി വന്നില്ല. അപ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി എന്താവും? പിന്നെ ഡോളറിൻ്റെ ക്രെഡിബിലിറ്റി എന്താവും? അതൊരു കാര്യം. പിന്നെ രണ്ടാമത് കാര്യം, ജപ്പാനിൽ നടക്കുന്നത്. ജപ്പാനിൽ ആ അമ്മ വന്ന് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റിന് എല്ലാവരും അമേരിക്കയിൽ ഇവർ ചെയ്യുന്ന കൂത്തുന്ന മട്ടം തന്നെ നോക്കിയിരുന്നു. അതായത് ഇൻട്രസ്റ്റ് റേറ്റിനെ കേട്ടെടുത്ത് കുറവാന്ന്. ഇതേ കാര്യം തന്നെ ജപ്പാനിലെ നടക്കുന്നു. ആർട്ടിഫിഷ്യലായ ഇൻട്രസ്റ്റ് റേറ്റിന് വെച്ചിട്ടുള്ളൂ. അവിടെ ഇൻഫ്ലേഷൻ തീർന്നു. ഇപ്പം തന്നെ ഇലക്ഷൻ തീർന്നു. ഈ അമ്മ പവറിന് വന്നതിന് ശേഷം ഇന്നൊരു ഇലക്ഷൻ ചോദിക്കുന്നു. ആ ഇലക്ഷനിൽ അവർക്ക് സെയിൽസ് ടാക്സ് കട്ട് എന്നാണ് പറയുന്നു. അല്ലാതെ ജപ്പാനിൽ വട്ടിക്ക് കടം വാങ്ങി തന്നെ വട്ടി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നു. അതിൻ്റെ ഒപ്പം സെയിൽസ് ടാക്സും ഇല്ല എന്ന് പറയുവാണെങ്കിൽ എവിടെ നിന്നാണ് കാശ് വരും? ഇങ്ങനെ ഇരിക്കുമ്പോൾ മാർക്കറ്റ് സീസ് ബോത്ത് ജാപ്പനീസ് ഗവൺമെൻറ് ആൻഡ് അമേരിക്കൻ ഗവൺമെൻറ്. അതിൻ്റെ ഇറസ്പോൺസിബിലിറ്റിനും അവർ നോക്കും. അവസാനം അതിനെ കൊണ്ട് ഗോൾഡിൽ കയറ്റുന്നു. സർ, ജപ്പാൻ വന്നിട്ട് ആർട്ടിഫിഷ്യലാ വച്ചിരിക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ്, നല്ല സർ, കുറച്ച് വച്ചിരിക്കുന്നു പറയുന്നല്ലേ? അതെ, ഇന്ത്യയിലും ഇൻട്രസ്റ്റ് റേറ്റ്. അതെ സർ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ഡിസിഷൻ, അതായത് ഒരു RBI പോലത്തെ ഒരു ഇൻഡിവിജ്വൽ ചെയ്യേണ്ട ഡിസിഷൻ. അതെ അവർ എങ്കിട്ട് ചെയ്യേണ്ട ഒരു ഡിസിഷൻ. അതെ അതിൽ ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സർ? ട്രംപ് ഡെയിലി മിരട്ടിയിട്ട് ഇരിക്കുന്നല്ലേ. പിന്നെ ഇവിടെ നിങ്ങൾ ആരെ ഇട്ടിരിക്കുന്നു? എക്കണോമിക് സയൻസിൽ പഠിച്ചവരെ ഡയറക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരെന്നെ ഇട്ടിരിക്കുന്നത്. ബട്ട് ബി റിച്ചിൽ ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു ഗവൺമെന്റ് വന്നിട്ട് ഇതുപോലത്തെ ഇൻട്രസ്റ്റ് ഡിസിഷനിലൊക്കെ തലയിടരുത് എന്ന് പറഞ്ഞായിരുന്നല്ലേ? അത് തന്നെ കറക്റ്റ് ചെയ്യരുത്. ഇത് കാരണം തന്നെ രൂപ അതിപാതാളത്തിന് പോകുന്നു. ഇപ്പൊ രൂപ 92 വന്നല്ലേ. സോ എല്ലാ ഗവൺമെന്റും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ തലയിടുന്നു അല്ലേ? അത് ഡെഫിനറ്റായിട്ട് ഇന്ത്യ തലയിടുന്നു. ഇപ്പോൾ ഗ്രോത്ത് നന്നായിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. നമ്മളിപ്പോൾ ഇന്ത്യയെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നേരത്തെ എല്ലാ നാട്ടിലും നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രോത്ത് നന്നായിരിക്കുന്ന ഇല്ല ഇന്ത്യയിൽ? സൂപ്പറായിരിക്കുന്നു. ഇൻഫ്ലേഷൻ 0.5 ഞാൻ പറഞ്ഞില്ല സർ, ഇങ്ങനെ മാറ്റാം സർ. ഗ്രോത്ത് സൂപ്പർ ആയിരിക്കണം, കാരണം ഇൻഫ്ലേഷൻ നല്ല ഗ്രോ ആയിരിക്കുന്നു. ഞാൻ പറയാം. ഗ്രോത്ത് 8% എന്ന് പറയുന്നു. നോമിനൽ ഗ്രോത്തും 8.7% എന്ന് പറയുന്നു. ഇൻഫ്ലേഷൻ ഇല്ലാത്ത കാരണം നോമിനൽ ഗ്രോത്തിനും റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നു. അപ്പോൾ വട്ടിയേ ഇല്ല. അപ്പോൾ ഇൻഫ്ലേഷൻ ഇല്ലാതെ 5.25 ഇൻട്രസ്റ്റ് റേറ്റ് വച്ചിരിക്കുന്നു. അപ്പോൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് 5.25 മൈനസ് 0.5. അങ്ങനെ നോക്കുമ്പോൾ 4.25% റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. റിയൽ എന്നാൽ എന്ത്? ഇൻഫ്ലേഷൻ്റെ ശേഷം ബാങ്കിൽ എല്ലാവരും ഡെപ്പോസിറ്റ് കൊണ്ടുവന്ന് കൊട്ടണമല്ലേ. എന്താണ് ബാങ്കിനെ കൊണ്ട് ഡെപ്പോസിറ്റ് വാങ്ങാൻ പറ്റുന്നില്ല? അതന്നെ 6.5% ശരി, അങ്ങനെ ഇരിക്കുന്നു. എന്തുകൊണ്ട് വന്നില്ല? ആക്ച്വലി ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 4.75, ഇവിടെ 6.5. നോക്കുമ്പോൾ 2% ലാഭമായിരിക്കുന്നല്ലേ? അത് തന്നെ ലാഭം വരണല്ലോ. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് 4.75 എന്ന് പറഞ്ഞാൽ വെളിനാട്ടിലിരുന്ന് കാശ് വരണമല്ലോ. സോ വെളിനാട്ടിലിരുന്നും പണം വരുന്നില്ല. ഇങ്ങനെ ജനങ്ങളും കൊണ്ട് ബാങ്കിൽ കാശ് ഇടുന്നില്ല എന്ന് വെച്ചാൽ എന്തർത്ഥം? അവർ ഞങ്ങൾ വേറെ ഇൻവെസ്റ്റ്മെന്റ് നോക്കി പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാമല്ല സർ. ഇങ്ങനെ പറഞ്ഞിട്ട് കടനും ഒരുപാട് വാങ്ങണല്ലേ. അപ്പൊ എന്താണ് അർത്ഥം? ഈസിയായി കടം കിട്ടുന്നു, ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നു, അതിനനുസരിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തെറ്റാൻ നോക്കുന്നു. എന്ത് അർത്ഥം എന്നോ? ജനങ്ങൾക്ക് ശമ്പളം കയറുന്നില്ല, സാധനങ്ങളുടെ വില ഒക്കെ കയറിപ്പോയി. ബാങ്കിൽ വയ്ക്കുവാണെങ്കിൽ ആ കാശ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ബാങ്കിൽ കിട്ടിയ റിയൽ റിട്ടേൺ ഇല്ല. റൂൾ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ എക്കണോമിക്സിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് 4% ഇരുന്ന് ഗ്രോത്ത് 8% ഇരിക്കുവാണെങ്കിൽ ബാങ്കിൽ കാശായിരിക്കണം. ഫോറിനിരുന്ന് കാശ് അകത്ത് വരണം. അതിൽ നിന്ന് കാശ് അകത്ത് വരുന്നില്ല, ബാങ്കിന് കാശ് വരുന്നില്ല എന്നാൽ ഏതോ ശരിയില്ല എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയാം എന്താണ് ശരിയില്ല എന്ന്. ആ 0.5 തെറ്റാണ്.
വെച്ചാൽ നിങ്ങളെ സ്ഥലത്തിൽ തന്നെ കോർ ഇൻഫ്ലേഷൻ 4%. അപ്പോൾ കോർ ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യണമെന്നാൽ നോമിനൽ ഗ്രോത്തിലിരുന്ന് ആക്ച്വൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 3%. ഇന്ത്യയിൽ GDP ഗ്രോത്ത് 3%. ഇന്ത്യയിൽ GDP ഗ്രോത്ത് 3% ഇരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഏർണിങ്സ് ഇല്ല. അപ്പോൾ ഇന്ത്യയെ പറ്റി സംസാരിച്ചായിരുന്നു. ഇപ്പോൾ 5.25ക്ക് ബദൽ ഇൻട്രസ്റ്റ് റേറ്റ് 7.25 ഇരുന്ന് വെച്ചോ, ബാങ്ക് ഡെപ്പോസിറ്റ് 8 ആവും. ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിന് കാശ് വരും. ഓട്ടോമാറ്റിക്കായിട്ട് FIA കാശ് കൊണ്ടുവരും. ഓട്ടോമാറ്റിക്കായിട്ട് രൂപ 89, 88 പോകും. ഗവൺമെൻറ് എപ്പോഴൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻ്റർഫെയർ ആകുന്നു, RBIയിൽ തെറ്റായ ആളാണ് ഇടുന്നത്, ഇതുപോലത്തെ ജോലിയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇമ്പാക്റ്റ് ഇരിക്കും. ഇന്ത്യയുടെ ഇമ്പാക്റ്റ് വന്നിട്ട് ഇന്ത്യയിൽ മാത്രം തന്നെ കാണാൻ പറ്റും. US ആൻഡ് ജപ്പാൻ ഇതുപോലെ ചെയ്യുന്ന സമയം ലോകം തന്നെ ഇമ്പാക്റ്റ് കാണും ഇതിന്. ഇത് കാരണമാണ് ഗോൾഡ് കയറുന്നത്. സർ ഇതിൽ വന്നിട്ട് ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഗോൾഡ് വന്നിട്ട് ഒരു പീക്കിലിരിക്കുന്നു. ഇതാണ് പീക്കിന് നീ എങ്ങനെ ഡിസൈഡ് ചെയ്തു എന്ന് എന്റെ ചോദിക്കരുത്. ഇന്നുള്ള ലെവലിൽ ഇത് പീക്ക് സർ. ചില ആൾക്കാർ ലേക്ക് ഏരിയയിൽ ഇരിക്കുന്നവരൊക്കെ ഇതാണ് പീക്ക്, ഈ പീക്കിൽ പോയി നിങ്ങളൊക്കെ വാങ്ങുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വില 12,000 അവർക്ക് വേണ്ടിയ ഉത്തരം മാർക്കറ്റ് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് നിങ്ങളെ റിലീജിയൻ ഇതിനൊക്കെ അനുസരിച്ച് ഗോൾഡ് പ്രൈസിനെ മേക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. 12,000 പീക്ക് എന്ന് പറഞ്ഞവർ ഇന്ന് 12,500 എന്ത് പറയും? ഇന്നൊരു പീക്ക് തന്നെ സർ. ഈ പീക്കിന് മുകളിൽ പോകൂല എന്ന് നീ പറയുന്നോ? എന്നല്ല സർ, അതന്നെ ഞാൻ എന്ത് പറയുന്നു എന്നാൽ പോളിസി മാറിയാൻ തന്നെ മാറ്റാൻ പറ്റും. ആ പോളിസി മാറുന്ന ഇല്ല എന്നതിനെ നോക്കണ തന്നെ നമ്മളെ ജോലി. ഇന്നലെ ഗ്രീൻലാൻഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബൽത്തി അടിച്ചു. പിന്നെ ഒന്നും അറിയാത്ത പോലെ വന്ന് പേർഷ്യൻ ഫ്ലൈറ്റ് ഇസ് ഗോയിങ് ടു ഇറാൻ എന്ന് പറയുന്നു. ഹെൽപ്പ് ഇസ് ഓൺ ദി വേ എന്ന് പറയേണ്ടത്, ഒന്നും ചെയ്യാതെ ചുമ്മാ നോക്കി നിൽക്കേണ്ടത്. നമ്മൾ ചെറിയ പ്രായത്തിലൊരു കഥ പറയാറുണ്ട്, പുലി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരാൾ. എല്ലാവരും ഇയാൾ പറയുന്നത് സത്യമെന്ന് വിചാരിച്ച് പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരും. പക്ഷെ പുലി വരില്ല. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം പറഞ്ഞ് അവസാനം ഒരു ദിവസം പുലി വന്നു. പുലി വരണ ദിവസത്തിൽ അപ്പോൾ അയാൾ പറയുവാണ് പുലി വന്നു എന്ന്. പക്ഷെ അപ്പോൾ ആരും പോയില്ല. ഇത് ചെറിയ വയസ്സിൽ നമ്മൾ കേട്ടുവളർന്ന കഥയാണ്. ഇപ്പോൾ ട്രംപും ജാപ്പനീസ് ലേഡിയും ചെയ്യുന്നത് ഈ കാര്യം തന്നെ. ഇപ്പോൾ പുലി വരുന്നു എന്ന് പറയുന്ന കാരണം എല്ലാവരും ഓടുന്നു. ഇപ്പോൾ പുലി വന്നില്ലല്ലോ, ഞാൻ ഗ്രീൻലാൻഡ് പോയില്ലല്ലോ, ഇറാനിനും പോയില്ലല്ലോ. ഇതുപോലെ ഒരു ദിവസം ചെയ്യുന്ന ദിവസം നിങ്ങൾ പറയണത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് പോയി തീരും. എന്തെങ്കിലും ഒരു ദിവസം റിയാക്ട് ആയെങ്കിൽ അതന്നെ ഇപ്പൊ മാർക്കറ്റ് അവിടെ പേടി. ഇപ്പൊ എല്ലാവർക്കും ചോദ്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു 3,000 rupees 4,000 rupees വാങ്ങിയിരിക്കുന്നു. അതായത് 400 grams മേളിൽ എൻ്റെ അടുക്കിരിക്കുന്നു. ഒരു ലിമിറ്റഡ് പോർഷൻ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്തിട്ട് തിരികെ ഇറങ്ങുമ്പോൾ നോക്കാമോ എന്നൊരു ചോദ്യമൊക്കെ വയ്ക്കുന്നു സാർ. അതൊക്കെ അവരവരെ ഇഷ്ടമാണ്. അതൊക്കെ നിങ്ങളെ പേഴ്സണൽ കാര്യം, അതിൽ ഞാൻ ഇടപെടാൻ പറ്റൂല. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു 5% 10% ഇറങ്ങുന്നത് ഇറക്കുമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളൊന്ന് പറഞ്ഞു എന്ത് ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയും. അതുപോലെ 10,000 താഴെ പോകുമോ എന്ന് ചോദിച്ചാൽ പോകില്ല. 1 gram. അതെ, 1 gram. 12,000 താഴെ പോകുമോ അത് പറയാൻ പറ്റൂല. നിങ്ങൾ പറയുന്നത് 24 ക്യാരറ്റ്. ഇല്ല, ഞാൻ പറയുന്നത് 22 ക്യാരറ്റ്. 22 ക്യാരറ്റ് വന്നിട്ട് 12,000 താഴെ പോകുമ്പോൾ അൺലൈക്ലി പോസിബിലിറ്റി ഇരിക്കുന്നു, പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ജൂൺ വരയ്ക്കും കുറയ്ക്കൂല. പിന്നെ തിരികെ ട്രംപ് കന്നാ പിന്നാണ് കത്തും. ഇപ്പോൾ JB മോർഗൻ്റെ മേളിൽ 5 ബില്യണിന് കേസ് ഇട്ടിരിക്കുന്നു. ഒക്കെ എന്ത് കാണിക്കുന്നു എന്ന് ഞാൻ വന്നിട്ട് ബാങ്കിന് റെസ്പെക്റ്റ് കൊടുക്കത്തില്ല, ഫെഡറലിന് റെസ്പെക്റ്റ് കൊടുക്കില്ല. എന്ന് ഡിസൈഡ് ചെയ്യും ഏത് ഇൻട്രസ്റ്റ് റേറ്റിലാണ് നീ കടം കൊടുക്കണമെന്ന്. ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റം ഫങ്ഷൻ ആവും. ഞാൻ പറയണം നീ ക്രെഡിറ്റ് കാർഡിൽ എത്രയും ലോൺ വാങ്ങണമെന്ന്. നീ ക്രെഡിറ്റ് കാർഡ് വാങ്ങാതെ തന്നെ ഞാൻ പറയാം. ക്രെഡിറ്റ് കാർഡിന് എത്രയാണ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ പറയാൻ പറ്റില്ല. അത് എൻ്റെ ഡിസിഷൻ സർ. അതിൽ വന്ന് സർക്കാർ ഇൻ്റർഫിയർ ചെയ്യണം. അതുപോലെയാണ് ട്രംപ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. JB മോർഗനിൽ നടക്കുന്നത്. അതെ, JB മോർഗനിൽ നടക്കുന്നത്. അവൻ ഈ പറയണത് തെറ്റെങ്കിൽ $5 ബില്യൺ സ്യൂ ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർമ്മ അവിടെ പോകും, മുകളിൽ തന്നെ പോകും. ഒരു മനസ്സാറ്റും അവർ ടാർഗറ്റിന് കൂടുതൽ ഒരു 4,000 കയറ്റി. അതെന്ത് പറയുന്നു എന്നാൽ ടാർഗറ്റ് ഒക്കെ ഇറലവൻ്റ് ആണ്. സൈക്കിൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചുറ്റുന്നു. ആറ്റി ചുറ്റുന്ന സമയം ഞാൻ തന്നെ പറയും നിങ്ങളടുത്ത് മനസ്സാക്കി ടാർഗറ്റ് കയറ്റിയതുപോലെ ആൻസാരം ടാർഗറ്റിനെ കയറ്റുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം സർ. ഈ പറയുന്നു സൈക്കിൾ ഇങ്ങനെയല്ലേ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ടാർഗറ്റിനെ കുറിച്ച് പറഞ്ഞ എന്താണ് യൂസ് ഇവിടെ? സ്കൈ ഇസ് ദി ലിമിറ്റ്. 8-ാം തീയതി ആ അമ്മ ജപ്പാനിൽ ജയിക്കുവാണെങ്കിൽ അത് ജയിക്കുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നു, ആ അമ്മ അവിടെ ഇരിക്കുന്നു, റൈറ്റാ. ജപ്പാനിൽ ആ അമ്മ ജയിച്ച് ഈ ടാക്സിനെ കുറയ്ക്കുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് പ്രോബ്ലം ആവും. അവർ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയില്ലെങ്കിൽ
ഗോൾഡ് കെയറും. ജെറോം പോളിൻ്റെ ബദൽ നിങ്ങൾ ആരെ ഇടാൻ പോകുന്നു എന്നതൊരു വലിയ ചോദ്യമാണ്. ലിസ കുക്കിന് ഫേവറായിട്ട് ജഡ്ജ്മെൻറ്റ് വരുമോ എന്നതും ഒരു ചോദ്യം. ഈ ചോദ്യത്തിനൊക്കെ എന്താണ് ഉത്തരം എന്നതിൻ്റെ ശേഷം തന്നെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? അമേരിക്കയിൽ ഗ്രോത്ത് റേറ്റ് 3.5% ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം? ഇൻഫ്ലേഷൻ 3% ഇരിക്കുന്നു, നിയർലി 3%, 2.8. അപ്പോൾ 2 എന്ന് വരണം. എന്തിനാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത്? ഇൻഫ്ലേഷൻ ഹൈ ആയിരിക്കുമ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നു? അങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഗോൾഡിൻ്റെ വില കയറാൻ തന്നെ ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിന്ന് വെച്ചോ, ഗോൾഡ് കറക്റ്റ് ആവാൻ ചാൻസ് ഇരിക്കുന്നു. ഓക്കെ സർ. ഇപ്പൊ മുമ്പേ പട്ടാസ് ലിസ്റ്റിൽ ഇരുന്ന ഒരു ഷെയർ, അതായത് നിങ്ങൾ അതിശയമായിട്ട് IPOയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ഷെയർ, അതായത് കല്യാൺ ജുവലേഴ്സ്. അതെ, അത് ഞാൻ ഒരിടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കറക്റ്റ് ഒരു പോയിന്റ് വന്ന് നോ അത് റിസ്ക്, അവിടെ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ കേസ് തന്നെ പേഴ്സണലായി എടുക്കാം സർ. ഒരു എക്സാമ്പിൾ അത് എടുത്തു എന്നാൽ വന്നിട്ട് ഒരു 450 480 ആ റേഞ്ചിൽ വെളിയിൽ വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അതിനെക്കാട്ടിലും ഒരു കുറവായിട്ടുള്ള ഒരു ലെവലിൽ ഇരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ തിരികെ അതിനെ കൺസിഡർ ചെയ്യാമാ സർ? എൻ്റെ കൺസേൺ എന്തെന്ന് വെച്ചാൽ പ്രൊമോട്ടറിനെ കുറിച്ചാണ്. സർ ഒരു സ്റ്റേക്കിന് തിരികെ അവർ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നു. അതെ, 12% പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു ലാൻഡിനെ വിറ്റ് കടനടയ്ക്കുമെന്ന് പറഞ്ഞു. ആ ലാൻഡിനെ വിറ്റോ ഇല്ലയോ എന്ന് നമുക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞാനിപ്പോൾ അതിനെ ട്രാക്കിംഗ് ചെയ്യുന്നില്ല. സോ ഞാൻ ട്രാക്ക് ചെയ്താൽ തന്നെ എന്നെ കൊണ്ട് പറയാൻ പറ്റും. ഇന്നലെ തന്നെ വില വീഴുന്നു. 12% വീഴുന്നിരിക്കുന്നു സർ. ഇനി തന്നെ ഞാൻ ആൻപിൻ്റെ അടുത്ത് ഫയൽ എടുക്കാൻ പറയണം. വെച്ചുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വെച്ചുകൊണ്ടിരുന്നാൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഓൾഡ് ബാക്ക്ഡ് എന്നത് പറയുന്ന പോലെ അതിൽ എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ആഡ് ആക്കുമോ എന്ന് ഒരു സംശയത്തിലാണ് കല്യാണെ കുറിച്ച് ചോദിച്ചത് സർ. എഗെയിൻ എനിക്കൊരു വലിയ കൺസേൺ എന്തെന്ന് വെച്ചാൽ അവർ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തതാണ്. ഇപ്പോൾ ബൈ ചാൻസ് ആ സ്റ്റോക്ക് ഈ പ്രാവശ്യം ഞാൻ പഠിച്ചത് എന്തെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്സ് ഒരുപാട് വിറ്റിരിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സഡനാ വിറ്റ കാരണം കുറഞ്ഞു എന്ന് പറയുന്നു. ഇന്നും കുറയുവാണെങ്കിൽ ഒരു സ്റ്റോക്ക് വിറ്റാൽ എന്താകും? ഏത് പ്രൊമോട്ടർ വിൽ ഏബിൾ ടു കൺട്രോൾ ദി കമ്പനി? സംതിങ് ഐ വാണ്ട് ടു ബി അഷ്യൂർഡ് ഓഫ്. അവർക്ക് എത്രയും പെർസെൻറ്റേജ് ആണോ സ്റ്റേക്ക്, അതിൽ എത്രയാണ് പ്ലെഡ്ജായിരിക്കുന്നു, വെദർ ഹി വിൽ ബി ഏബിൾ ടു പമ്പിങ് മോർ മണി, അതൊക്കെ എനിക്കറിയത്തില്ല. സ്റ്റോക്കിനെ കുറിച്ച് മുഖ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിയാൽ വന്നിട്ട് അർബൻ ക്യൂസറിയ ബേല ഉൾ ഇലക്ട്രിക് ഫസ്റ്റ് വെഹിക്കിൾ കൊണ്ടുവന്നിരിക്കുന്നത് സർ. ഇത് ഈ സ്പേസിൽ ടാറ്റ ഇരിക്കുന്നു. ടൊയോട്ടയോടൊപ്പം ഇന്ത്യയിൽ പോട്ടിയിടാൻ പറ്റുമോ? ടാറ്റയോടൊപ്പം ഇന്ത്യയിൽ പോട്ടിയിടാൻ പറ്റുമോ? അതാണ് ചോദ്യം സർ. എന്തെന്ന് വെച്ചാൽ രണ്ടും കൺപോനെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒന്നുമല്ല. ടൊയോട്ട വന്നിട്ട് EV കമ്പനി അല്ല. EVയുടെ അടുത്തേ ഇല്ല. അവർ ഹൈബ്രിഡ്സ് ആണ്. ഇറ്റ്സ് എ ഹൈബ്രിഡ് കമ്പനി. ഹൈബ്രിഡ് കമ്പനി ഒരു EV ലോഞ്ച് ചെയ്യുന്നു. ടൈം ഇവർ വേറെ മാർക്കറ്റിലാണ് ഇരിക്കുന്നത്. വന്നിട്ട് ഹൈ എൻഡ് പ്രൈമർലി ടൂറിസ്റ്റ് ആക്സിൽ ഇരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് എന്നെപ്പോലെ SUV വേണമെന്ന് വിചാരിക്കുന്നവരുടെ യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇറ്റ് ഈസ് ദി വെരി നാരോ എൻഡ് ഓഫ് ദി മാർക്കറ്റ്. ആ മാർക്കറ്റിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നു. അതിൽ ഏത് കമ്പനിയെ കൊണ്ടും അതിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ടൊയോട്ട ഇന്നോവ ഇസ് ദി ഓൺലി മാർക്കറ്റ് വെയിറ്റിംഗ് വെസ്റ്റ്. ഇന്നോവ ക്രിസ്റ്റ ഇപ്പോൾ ഡീസൽ ആൻഡ് പെട്രോൾ വെഹിക്കിൾ നിർത്താൻ പോകുന്നു. നിർത്തി സർ. ഇന്നോവ ക്രിസ്റ്റ ഇറ്റ്സ് സ്റ്റോപ്പ്. ഹൈബ്രിഡ് മാത്രം തന്നെ ചെയ്യുന്നു. അവർ വന്നിട്ട് ഒരു ഡിഫറെൻറ്റ് പാത്തിലാണ് ഇരിക്കുന്നു. പക്ഷേ ടാറ്റ അതിൻ്റെ അകത്ത് പോകുന്നില്ല. പെട്രോൾ ആൻഡ് ഹൈബ്രിഡ് അവരുടെ അടുത്ത് ഈക്വൽ ആയിട്ട് വെഹിക്കിൾ അവരുടെ അടുത്ത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഏതർ IC ഓർ ഫുള്ളി ഇലക്ട്രിക്. അതായത് സഫാരി ക്യാൻ കോമ്പറ്റീറ്റ് വിത്ത് ഇന്നോവ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നോ സർ. നോ. നോക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ രണ്ട് കമ്പനിയെ കമ്പയർ ചെയ്യുന്നത് പോലെയാണ്. റിലയബിലിറ്റി ഫാക്ടർ Reliability no. They are different companies altogether. They are addressing different needs. Yeah, they are addressing two different needs. But ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിയൽ ടാറ്റയുടെ ഡോക്ടറിനകത്ത് തന്നെ 14% ഹോൾഡർ. ടൊയോട്ടയിൽ ഇരുന്നാലും ശരി ടാറ്റയിൽ ഇരുന്നാലും ശരി അവർ രണ്ടുപേരും സംബന്ധികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സംബന്ധികൾ എന്ന് മനസ്സിലാക്കാം. ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു. അങ്ങനെ നാളെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. താങ്ക് യു. നന്ദി, നമസ്കാരം.